2026 ലോകകപ്പിനുള്ള 2020 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചില ടീമിൽ അപ്രതീക്ഷിത മാറ്റങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മലയാളികളെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട്, സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു ഞെട്ടിക്കുന്ന തീരുമാനമായിരുന്നു ശുഭ്മാൻ ഗിൽ സ്ക്വാഡിലില്ല. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയും സ്ക്വാഡിലില്ല. അങ്ങനെ ചില നിർണായക തീരുമാനങ്ങളുണ്ട്. ചില താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ചില താരങ്ങൾ പുറത്തായിട്ടുണ്ട്. വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ നല്ലൊരു ടീമാണ്. പക്ഷെ ചിലയിടങ്ങളിൽ മാത്രമേ നമുക്കൊരു സംശയം തോന്നുള്ളൂ. ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ സ്ക്വാഡിനെ നമുക്കൊന്ന് വിലയിരുത്താം. എങ്ങനെയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ ടീമിൽ വേണ്ടതില്ല എന്ന് പിന്നെ ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകർ എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ക്രിക്കറ്റിൽ അദ്ദേഹം T20 അദ്ദേഹം ഫോമിലല്ല എന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നിരന്തര അവസരങ്ങൾ നൽകിയിട്ട് ഈ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ടീം മാനേജ്മെന്റ് നന്നായിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിന് പറ്റിയില്ല. അദ്ദേഹത്തിന് റൺസിന് ഇപ്പം മഗാക്കർ തന്നെ പിന്നെ കാരണമായി പറഞ്ഞത് അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഫോമില്ലാത്തതുകൊണ്ട് തന്നെ പുറത്താക്കുന്നതാണ്. 3 ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഏഷ്യ കപ്പിലെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഓപ്പണിംഗ് സ്ഥാനത്തിൽ പരീക്ഷ നടത്തിയതും ടീമിന്റെ ബാലൻസ് മൊത്തം തിരിച്ചതും. അപ്പം അതിന് മുന്നേ ഇന്ത്യൻ ടീം എന്തായിരുന്നു, ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേകും വരുന്ന ടീം എന്തായിരുന്നു, ആ സ്ട്രെങ്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ശുഭ്മാൻ ഗില്ലിനെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അപ്രതീക്ഷിത തീരുമാനം, ജിബി പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അത് കൃത്യമായി എടുക്കാൻ വേണ്ടി, ധീരമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സെലക്ടേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അത് കയ്യടി അർഹിക്കുന്ന തീരുമാനം തന്നെയാണ്. സഞ്ജു സാംസൺ വരുന്നത് എന്നുകൊണ്ട് മാത്രമല്ല, അതിന് പകരം പിന്നെ എടുത്തൊരു താരത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഇഷാൻ കിഷന് മടങ്ങി വരുവാണ്. ജിതേഷ് ശർമ്മയുടെ അപ്രതീക്ഷിതമാണ് ഒരു ടീമിൽ നിന്ന് പുറത്താക്കൽ. കാരണം മധ്യനിരയിൽ ഒരു മികച്ച താരമായിട്ട് അല്ലെങ്കിൽ ഒരു മികച്ച വിക്കറ്റ് കീപ്പർ മധ്യനിര ബാറ്റ്സ്മാനാണ് ജിതേഷ് ശർമ്മ. ജിതേഷ് സ്ക്വാഡിൽ അർഹിച്ചിരുന്നു വെച്ചാൽ തീർച്ചയായും സ്ക്വാഡിൽ സ്ഥാനം അർഹിച്ച താരമാണ് ജിതേഷ്. പക്ഷെ ജിതേഷിന് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇഷാൻ കിഷനെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സഞ്ജു ആണ് 1ാം വിക്കറ്റ് കീപ്പർ, യാതൊരു സംശയമില്ല. ഓപ്പണിംഗിൽ സഞ്ജു ആണ്. അപ്പോൾ സഞ്ജുവിന് റിസർവ് വിക്കറ്റ് കീപ്പർ വരുമ്പോൾ അതൊരു ഓപ്പണിംഗ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ തന്നെ നന്നായിരിക്കുന്നില്ലാണ്. പിന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇഷാൻ കിഷൻ മിന്നുന്ന ഫോമിലാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടാണ്. അപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം തിരിച്ചു വരവ് പിന്നെ ചവിട്ടി തുറന്നു വന്നതിനാണ്, സെലക്ടർമാരുടെ വാതിൽ ചവിട്ടി തുറന്നു വന്നു തന്നെ പറയാം. ഇഷാൻ കിഷന്റെ മടങ്ങി വരവ്. പിന്നെ റിങ്കു സിംഗ് ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജിതേഷ് മധ്യനിരയിൽ റോള് വരുന്നില്ല. ഒരു ഫിനിഷർ റോള് മികച്ച രീതിയിൽ കളിക്കുന്ന റിങ്കു സിംഗ് ഉണ്ട്. ഇപ്പം ഹർദിക് പാണ്ഡ്യക്ക് ഇപ്പോൾ റിങ്കു സിംഗ് വരുമ്പോൾ ലോവർ മിഡിൽ ഓർഡറിലും ഇന്ത്യക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ആ 2 തിരിച്ചുവരവ് നമുക്ക് ഈ പറയുന്ന ഇഷാൻ കിഷന്റെയും റിങ്കു സിംഗിന്റെയും തിരിച്ചുവരവാണ് ഈ സ്ക്വാഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലെ ടീമിൽ നിന്ന്. അതിൽ ശുഭ്മാൻ ഗില്ല് പോകേണ്ട വഴിക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ജിതേഷ് ശർമ്മയും കൂടെ പുറത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 2 മാറ്റങ്ങൾ തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ, നമ്മളിപ്പം ഇന്ത്യൻ ടീമിൽ നിലവിലെ ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയുടെ മത്സരത്തിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു വീക്ക്നെസ്, ഒരു വീക്ക് പോയിന്റ് ടോപ്പ് ഓർഡറിൽ ഇന്ത്യൻ ടീമിന്റെ 2 താരങ്ങളുടെ പ്രകടനമാണ്. ഒന്ന് ശുഭ്മാൻ ഗില്ലിന്റെയും സൂര്യകുമാർ യാദവിന്റെയും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ടീമിൽ ഉൾപ്പെടുന്ന ഉറപ്പായിരുന്നു ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുന്നത്. അത് അദ്ദേഹം അങ്ങനെയുണ്ട്. പക്ഷേ ആ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു വിടവ് നികത്താൻ വേണ്ടി സെലക്ടർമാർ തയ്യാറായി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് ഈ ലോകകപ്പിന് കാണാൻ വേണ്ടി പറ്റും. ഫേവറേറ്റുകളായിട്ട് തന്നെ ഇന്ത്യക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടോപ്പ് ഓർഡറിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിൽ തന്നെ ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ടോപ്പ് ഓർഡറിൽ സ്വാഭാവികമായിട്ടും സഞ്ജുവും അഭിഷേകും പറഞ്ഞാൽ തന്നെ സഞ്ജു ഷേക്ക് കോംബോ, സഞ്ജു ഷേക്ക് ഒരു മികച്ച കോംബോ ആയിട്ട് നമുക്കറിയാം. ഇപ്പം T20 വേണ്ട ഒരു തുടക്കം, ഒരു വിസ്ഫോടനമായ തുടക്കം നൽകാൻ വേണ്ടിയിട്ട് പവർ പ്ലേ നന്നായി കളിക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമിന് കഴിയുന്നുണ്ട്. അപ്പോൾ സഞ്ജുവും അഭിഷേകും ആ കോംബോ വരുമ്പം ഈ പറഞ്ഞ പോലെ ഏഷ്യ കപ്പിന് മുമ്പിൽ ഇന്ത്യൻ ടീം എന്തായിരുന്നു, T20 സ്ക്വാഡ് എന്തായിരുന്നു, ഒരു സ്ട്രെങ്ത് ടീമാണ്. ഏഷ്യ കപ്പ് നേടിയ ടീമും അതിനുശേഷം കളിച്ച ടീമും പിന്നെ ഒന്നും നേടിയിട്ടില്ല എന്നല്ല, പക്ഷേ മികച്ച ടീമാണ്. ഈ നിലവിലെ T20 ചാമ്പ്യന്മാരാണ്, ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം സഞ്ജു 1ാം വിക്കറ്റ് കീപ്പർ ആയിരിക്കും, ഓപ്പണിംഗ് ആയിരിക്കും ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പ് ടീം സ്ക്വാഡ് ഉൾപ്പെട്ടിട്ട് ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് പറ്റിയിട്ടുണ്ടല്ലോ. മലയാളി താരം വീണ്ടും കളിക്കാൻ പോവാണ്. അത് ഉറപ്പുണ്ട്. ഇപ്പൊ ഇഷാൻ കിഷനാണ് വീണ്ടും ടീമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ഇഷാനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ സഞ്ജു ഉണ്ട്. അത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലായാലും സഞ്ജു കളിച്ചിട്ടുണ്ട്. ഈ സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ ലാസ്റ്റ് കിട്ടിയ ഒരു മത്സരത്തിലായാലും സഞ്ജു പിന്നെ ഫോം തെളിയിച്ചിട്ടുണ്ട്. അപ്പം സഞ്ജു തന്നെ അത് പറയുമ്പോൾ കൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ന്യൂസിലാൻഡിന്റെ പരമ്പരക്കുള്ള ടീമിനും ഇതേ സ്ക്വാഡ് തന്നെയും കളിക്കുക. അപ്പം അത് നിർണായകമാകും താരങ്ങൾക്കൊക്കെ. അതാണ് സഞ്ജുവിന് നിർണായകമായിരിക്കും. എന്തുകൊണ്ടും എപ്പോഴായാലും സഞ്ജുവിനെല്ലാം നിർണായകമാണ് ഓരോ മത്സരവും. അപ്പൊ സഞ്ജുവിന് നിർണായകം. പക്ഷെ നമുക്കറിയാം ടോപ്പ് ഓർഡറിലേക്ക് ഇപ്പം ഇന്ത്യക്ക് അഭിഷേകും സഞ്ജു ഇറങ്ങും. 3ാം നമ്പറിലേക്ക് തിലക് തന്നെ ആയിരിക്കും. 3ാം നമ്പറിൽ തിലക് തന്നെ ഇറങ്ങും. അതാണ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടത്. ടോപ്പ് ഓർഡറിൽ തിലക് തന്നെ ഇറങ്ങണം. തിലക് ഇറങ്ങി കളിച്ചാൽ ഇപ്പം നിലവിലെ ഇന്ത്യൻ ടീമിൽ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള തിലക് വർമ്മയാണ്. തിലകിന്റെ 3ാം നമ്പറിൽ ഇറങ്ങട്ടെ. 4ാം നമ്പർ ആയാലും കുഴപ്പമില്ല. തിലക് ഏത് നമ്പർ ഇറങ്ങിയാലും തിലകിന്റെ പണിയെടുത്തിട്ട് പോകും. അപ്പം 4ാം നമ്പറിലേക്ക് എന്തായാലും സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ആ ഒരു ബാറ്റ്സ്മാൻ. അദ്ദേഹം പിന്നെ നമുക്കറിയാം ഒരു 360 ഡിഗ്രി ബാറ്റ്സ്മാൻ ഒക്കെ പറഞ്ഞ് നമുക്ക് അത്രയും പ്രതീക്ഷയുള്ള താരമായിരുന്നു. അതെ. അപ്പം സൂര്യകുമാർ യാദവിനും കൂടി തിളങ്ങാൻ വേണ്ടി പറ്റിയാൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലേക്ക് ഒരു സംശയമില്ല. പിന്നെ വരുമ്പോൾ സെറ്റായിട്ട് അങ്ങ് പോയിക്കോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മള് മധ്യനിരയിലോട്ട് വരുമ്പോഴും അവിടെ ഹാർദിക് പാണ്ഡ്യയുടെ സാന്നിധ്യം ഉണ്ട്. അതെ, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ശിവൻ ദുബെ ഉണ്ട്, ഇപ്പൊ റിങ്കു സിംഗ് കൂടെ വന്നിട്ടുണ്ട്. അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ. അക്ഷർ പട്ടേൽ നമുക്കറിയാം പിന്നെ ഇപ്പം കഴിഞ്ഞ 2 വർഷം കളിച്ചില്ല. പക്ഷേ അക്ഷർ പട്ടേൽ
അത് മറ്റൊരു ഇത് പറയുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനെ കൊണ്ടുവന്നപ്പം ഉപനായക സ്ഥാനം നഷ്ടപ്പെട്ട താരമാണ് അക്ഷർ പട്ടേൽ. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം അർഹിച്ച സ്ഥാനം തന്നെയാണ്. ഉപനായകൻ ഡെപ്യൂട്ടി ആയിട്ട് വരുമ്പോൾ വലിയ റോൾ ഇല്ലാതൊക്കെ പറഞ്ഞ കൂടി, പക്ഷെ അത് അർഹിച്ച സ്ഥാനം തന്നെയാണ് അക്സറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്സറും കൂടെ വരുന്ന ബാറ്റിംഗ് നിരയാണ്, ബാറ്റിംഗ് ഡെപ്ത് വരുന്നുണ്ട്. ശിവൻ ദുബെയും ഈ ഹർദിക്കിന്റെ ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടാണ്. ഹർദിക്കിനെ തിരിച്ചുവരവ് സ്ക്വാഡിൽ നിൽക്കുന്ന ഒരു ബലമുണ്ട്. അതോടൊപ്പം റിങ്കു സിംഗിന്റെ പിന്നെ ഒരു ഫിനിഷർ റോൾ കൂടെ ആകുമ്പോഴേക്ക് ടീമിന് സെറ്റായിട്ട് മധ്യനിരയും കൂടെ അങ്ങ് വരും, ലോവർ മിഡിൽ ഓർഡർ ഒരു അങ്ങ് സെറ്റായി പോകും. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അവിടെ ബുംറ തന്നെയാണ് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നയിക്കുക. പിന്നെ റാണ വരുന്നുണ്ട്, ഹർഷദീപ് സിംഗ് വരുന്നുണ്ട്, ഹർദീപ്, പിന്നെ നമുക്ക് ഹാർദിക് പാണ്ഡ്യൻ വരുന്നുണ്ട്. അത് വലിയ പ്രശ്നമുള്ള ഹാർദിക് പാണ്ഡ്യ, ശിവദീപ് ഒക്കെ ബോൾ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ ഓൾറൗണ്ടർമാരുടെ ഒരു ആധിക്യം നമ്മുടെ ടീമിനൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ അഭിഷേക് ബോൾ ചെയ്യുന്നതാണ്, ഹർദിക് പിന്നെ ശിവൻ ദുബെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പേസ്തരെ നയിക്കാൻ ബുംറയും ഹർഷദീപും കൂടെ ഇറങ്ങുമ്പോൾ തന്നെ ആ ടീം സെറ്റാണ്. ഹർഷദ് റാണി ടീം സ്ക്വാഡിലുണ്ട്. ഹർഷദ് റാണിയും ഒട്ടും മോശമായിട്ടുള്ള നല്ല രീതിയിൽ ഇപ്പോൾ പന്തറിയുന്നുണ്ട്. പേസ്തറിൽ യാതൊരു സംശയമില്ല. നമുക്കിപ്പം ഇല്ല, ഏറ്റവും T20 പറ്റിയ ബെസ്റ്റ് ബൗളർമാർ തന്നെയാണ്. ഹർഷദീപാണ് T20 നമുക്കിപ്പോൾ മികച്ചൊരു ബോളർ അറിയാം. ഏത് ഫോർമാറ്റിലായാലും ബൂമർ തന്നെയാണ് മികച്ച ബോളർ. അപ്പോൾ ആ രണ്ട് താരങ്ങൾ വരുമ്പോൾ പേസ് നിര സജ്ജമാണ്, ഒരു പ്രശ്നമില്ല. സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, നാല് താരങ്ങൾ വരുന്നുണ്ട്, നമുക്ക് ഒന്നും പ്രശ്നമില്ല. അത് കുൽദീപ് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. അവിടെ നമുക്ക് വലിയ ടെൻഷനുള്ള കാര്യമില്ല. ഈ പറഞ്ഞ വരുൺ ചക്രവർത്തി എന്നുള്ള ഒരു സ്പിന്നർ ഇപ്പം T20 സ്ക്വാഡിൽ ഇന്ത്യക്ക് കളിക്കുന്ന ഒരു ഇതുണ്ട്. ഇന്നലത്തെ മത്സരത്തിലടക്കം നമ്മൾ കണ്ടതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആ റോള് അത് കൃത്യമായിട്ടും ഏത് ടീം ബാറ്റ്സ്മാർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പന്തറിയുന്ന ഒരു താരമാണ്. ഒരു വരുൺ ചക്രവർത്തിയുടെ മാജിക് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. അതിനൊപ്പം ഉള്ളതാണ് ഈ സുന്ദറും പിന്നെ കുൽദീപും അക്ഷർ പട്ടേലും എന്തായാലും സ്ക്വാഡിലുണ്ട്. ഇവരും 3-4 പേരും കൂടെ ചേരുമ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സെറ്റാണ്. ആര് വേണമെങ്കിലും ഓരോ പിച്ചിന്റെയും കണ്ടീഷൻ അനുസരിച്ച് കളിപ്പിക്കാൻ വേണ്ടി പിന്നെ ക്യാപ്റ്റനും സെലക്ടറിനും കോച്ചിനും കഴിയും. കോച്ചിനും ക്യാപ്റ്റനും യാതൊരു പ്രശ്നം വരുന്നില്ല. നമ്മൾ സൂര്യകുമാർ യാദവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ക്വാഡിൽ നമുക്കൊരു ഇൻഫോം അല്ല എന്ന് തോന്നുന്നത് സൂര്യകുമാർ യാദവ് മാത്രമാണ്. സൂര്യകുമാർ യാദവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫോം ഔട്ട് അല്ല, റൺ ഔട്ടാണ്. റണ്ണ് പിന്നെ ഔട്ട് ഓഫ് റണ്ണാണ്. അപ്പം അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ക്യാപ്റ്റൻസിയിൽ സൂര്യകുമാർ യാദവ് നമ്മളൊരു പിന്നെ 100 മാർക്ക് കൊടുത്താൽ തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല ഈ കഴിഞ്ഞ കാലയളവിൽ. T20 ലോകകപ്പിന് നായക പദവി കിട്ടിയ ശേഷം ഒരു പിന്നെ പരമ്പരയിൽ തോറ്റിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ക്യാപ്റ്റൻ കീഴിൽ തന്നെ ലോകകപ്പിന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ട്. ക്യാപ്റ്റൻസിയിൽ സൂര്യകുമാർ യാദവ് തകർക്കും. ബാറ്റിങ്ങിൽ കൂടി അദ്ദേഹത്തിന് ആ ഫോം എടുക്കാൻ പറ്റിയാൽ ഇന്ത്യ ഡബിൾ ബമ്പർ അടിച്ചൊരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെന്നറിയാം. കാരണം അങ്ങനെയാണ്. ഇപ്പം സഞ്ജു അഭിഷേക് ആരൊന്നും മങ്ങിപ്പോയാലും തേർഡിലായാലും ഫോർത്തിലായാലും പൊസിഷനിൽ വന്ന് കളിക്കാൻ വേണ്ടി സൂര്യകുമാർ യാദവിന്റെ ആ ഫോമിലുണ്ടെങ്കിൽ ഇന്ത്യക്ക് വൻ സ്ട്രെങ്ത് ആയി വരും. നല്ലൊരു സ്ക്വാഡിനെ തന്നെയാണ് ഇന്ത്യ കിട്ടിയിട്ടുള്ളത്. ഈ വീണ്ടും പറയേണ്ടി വരും, ശുഭ്മാൻ ഗില്ലിനെ ഭാവിയിൽ നായകനാക്കാൻ വേണ്ടി കൊണ്ട് കെട്ടിയിറക്കിയിട്ട് 15 മത്സരങ്ങളോളം കൊടുത്തു. അതിൽ അദ്ദേഹത്തിന് 137 സ്ട്രൈക്ക് റേറ്റാണ് കളിക്കാൻ വേണ്ടി പറ്റിയത്. ആ സമയത്ത് 12 മത്സരങ്ങളിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റും റൺസും എല്ലാം അത് ഒറ്റപ്പടി മുന്നിലാണ്. ഒരു വള്ളപ്പള്ളകലെ മുന്നിൽ നിന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ടും ഈ സ്ക്വാഡിലൊക്കെ ഈ പറഞ്ഞ പരിക്ക് പറ്റിയപ്പോൾ തന്നെ പരിക്കും അദ്ദേഹത്തിന് കാരണമായേക്കാം. കാരണം തുടർച്ചയായ പരിക്കുകൾ വരുന്നുണ്ട്. തുടർച്ചയായ പരിക്കുകൾ ഇപ്പം ലാസ്റ്റ് നമ്മൾ ഈ സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ പരിക്കേറ്റതല്ല, പുറത്തിരുത്താൻ വേണ്ടി പറഞ്ഞ കാരണം എന്നൊക്കെ പറയുന്നു. വേണമെങ്കിൽ ഇതുകൂടെ കൂട്ടി വായിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു അനുമാനം നടത്താം. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒഫീഷ്യലി പറഞ്ഞ പരിക്കിനാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ പരിക്ക് പറ്റേണ്ടി വന്നു സഞ്ജുവിന് നല്ലൊരു മത്സരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ സഞ്ജു ആ ഫോമിൻ്റെ ഇത് കാണിച്ചു. സൈദ് മുസ്താഖ് ട്രോഫിയിൽ സഞ്ജുവിൻ്റെ കളി നമ്മൾ കണ്ടാണ് കേരളത്തിന് വേണ്ടി കളിച്ചത്. ഇഷാൻ കിഷൻ അങ്ങനെ തന്നെ ടീമിന് വേണ്ടി കളിച്ചിട്ടാണ് തെളിയിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾ വരുമ്പോൾ ഗില്ല് ഇതിന് ഇഷാൻ കിഷനോ സഞ്ജുവിനോ അടുത്ത് നിൽക്കാൻ പറ്റുന്ന താരമല്ല, T20 പവർ പ്ലേ എടുക്കേണ്ട താരമല്ല. അപ്പോൾ അത് വരുമ്പോൾ നല്ലൊരു സ്ക്വാഡിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സെലക്ടർമാർക്ക് പറ്റിയിട്ടുണ്ട്. ഈ സ്ക്വാഡ് ഇന്ത്യൻ കണ്ടീഷനിൽ ഇപ്പം സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് ഹോം ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളത് ഒരു വലിയ ഇരുത്തായിരുന്നു. അപ്പം ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമേ പാകിസ്ഥാൻ മാത്രമേ ഒരു എതിരാളികളായിട്ട് നമുക്ക് കാണേണ്ടതുള്ളൂ. പാകിസ്ഥാനിൽ പിന്നെ ഇപ്പോൾ എതിരാളികൾ എന്താ അവസ്ഥ നമുക്കറിയാം. പിന്നെ അതിലും പ്രശ്നമില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ ഇന്ത്യക്ക് കൂളായിട്ട് മുന്നേറാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോലെ നമുക്ക് കപ്പ് നിലനിർത്താൻ വേണ്ടി പറ്റിയൊരു സ്ക്വാഡ് തന്നെയാണ്. അതിൽ സൂര്യകുമാർ യാദവിന്റെ ഫോം കൂടി വന്നാൽ പിന്നെ നമ്മുടെ ബോളർമാർ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. രണ്ടാം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക നമ്മൾ കണ്ടാണ്. ഏത് ടോട്ടലും ഏത് ചുരുങ്ങിയ റൺസ് എറിയാനും വേണ്ടി പറ്റും, എത്ര വലിയ റൺസ് വഴങ്ങാനും പറ്റുന്ന ടീമാണ്. അത് ഓരോ ദിവസം തന്നെയാണ്. പക്ഷേ ബോളർമാർ ഓരോരുത്തർ എടുത്തു നോക്കിയാലും എല്ലാം മികച്ച താരങ്ങളാണ്, മികച്ച സ്ക്വാഡാണ്. നിലവിൽ ഇന്ത്യൻ ടീമിന് വേണ്ടത് എന്താണോ അത് ആ സ്ക്വാഡിനെ തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൽ ജിതേഷ് ശർമ്മ പുറത്തിരിക്കേണ്ടതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇഷാൻ കിഷൻ അകത്ത് വരേണ്ടതല്ലേ എന്ന് ചോദിച്ചാലും രണ്ടും അതേ എന്നായിരിക്കും ഉത്തരം. അതായത് ജിതേഷ് പുറത്ത് പോകേണ്ടതല്ല, ഇഷാൻ അകത്ത് വരേണ്ടതാണ്. അപ്പം പണ്ട് മറ്റേ ശ്രേയസിനെ കുറിച്ച് ചോദിച്ചപ്പം കാക്ക പറഞ്ഞത് 15 പേരിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പം ജിതേഷ് പുറത്തിരിക്കേണ്ടി വന്നു എന്നൊരു തുക നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുമ്പം വേണ്ടൊരു ഇത് ഗില്ലിനെ പുറത്താക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ജിതേഷ് ഉൾപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ മധ്യനിരയിൽ ഉൾപ്പെടുന്നത് സൂര്യകുമാർ യാദവിനെയാണ് പുറത്തെടുത്തത്. അതിന് തയ്യാറാവില്ല പരമ്പര, വലിയൊരു പരമ്പര വെക്കുമ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്ക്വാഡ്, നല്ല ടീം, നല്ലൊരു പോരാട്ടത്തിന് ഇന്ത്യ കഴിയും. നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ. നിലവിലെ പ്രഖ്യാപിച്ച ടീമും ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഈ ടീമിനെ വെച്ച് നമുക്ക് കപ്പടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. ഒരു മികച്ച വിജയം അല്ലെങ്കിൽ നല്ലൊരു പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം. തീർച്ചയായും കപ്പടിക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ.